എല്ലാരും പഴയ ക്യാരക്ടേഴ്സ് തന്നെ ആയിട്ടോ, വേറൊന്നും കൊണ്ടല്ല. എൻ്റെ മകൻ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. അപ്പോൾ പിന്നെയും ഇൻസ്റ്റാൾ ചെയ്തപ്പോഴത്തേനും ഓഫർ കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ 1 കൊല്ലത്തേക്ക് ചാർജ് ചെയ്തതാണ്, പക്ഷെ ആ ഓഫർ പോയി. അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ചാർജ് ചെയ്തപ്പോൾ പ്രോ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ മുഖത്തരച്ച് ഇങ്ങനെ ഡോട്ട്സും കാണിക്കുന്നുണ്ട്. എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ലച്ചു, ശിവ, കേശു, എടാ മുടിയാ, ഇവിടെ ഒറ്റെണ്ണത്തിന് എണീക്കാൻ സമയമായില്ലേ? കോഴി കൂവി, സൂര്യന്റെ തലക്ക് നേരെ ഉദിച്ചെത്തി, എന്നിട്ട് ഇവിടെ ആരും എണീക്കാറായില്ലേ? ഇങ്ങനെ വെറുതെ ദേഷ്യം കേട്ടരുത്. എന്റെ ക്ഷമ പരീക്ഷിക്കാതെല്ല എണീറ്റ് വന്നു. എന്തൊക്കെ ചെയ്തിട്ടും എന്താ കാര്യം? ഇവിടെ ഒരെണ്ണം ഇല്ല മനുഷ്യനെ സഹായിക്കാൻ. എന്നും മനുഷ്യൻ ഇവിടെ കിടന്ന് പട്ടീനെ പോലെ കിടന്ന് പണിയെടുക്കണം. ആരുമില്ല ഇവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. പോട്ടെ, എന്നാ രാവിലെ ഒന്ന് തന്നെത്താനെ എണീറ്റ് വാ. സ്വന്തം കാര്യങ്ങളൊക്കെ ഒന്ന് സ്വയം ചെയ്യും. അതിന് പോലും ഇവിടെ ഒറ്റെണ്ണത്തിനും കഴിയില്ല. ഞാൻ എല്ലാത്തിനെയും പോയി വിളിച്ച് എണീപ്പിക്കണമായിരിക്കും. ശിവ, എടാ കേശു, പാറക്കുട്ടി, 3 ഇതുവരെ എണീക്കാറായില്ലേ? എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് മേടിക്കും. ഒരെണ്ണം കിട്ടിയാലേ എല്ലാത്തിനും ഇവിടെ എണീക്കാൻ പറ്റുള്ളൂ. എന്തിനാ അമ്മ തല്ലിയത്? എന്ത് ശിവക്ക് തല്ലി കിട്ടിയെന്നോ? ശിവക്ക് മാത്രല്ലടാ, നിനക്കും തരാം. ദാ പിടിച്ചോ. അമ്മ എന്തിനാ തല്ലിയത്? തല്ലിയത് എന്തിനാ പോലും. രാവിലെ സൂര്യൻ ഉദിച്ചതേ നിന്റെ കുണ്ടിക്ക് നേരെ എത്തി. എന്നിട്ട് അവനൊന്നും കണ്ണോർക്കാറായിട്ടില്ല. എനിക്ക് പോടാ കട്ടിലിന്ന്. അവിടെ നിന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഒക്കെ മറന്നാ? കടന്നുറങ്ങാനൊക്കെ കൂടെ. എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ലെന്നെന്താ? എനിക്ക് പോടാക്ക കട്ടിലിന്ന്. ശരി അമ്മ. എൻ്റെ നിന്ന് കിട്ടിയാലേ ഇതിന്ന് പഠിക്കുള്ളൂ. എന്ത് ചെയ്യാനാ? അമ്പടി കേമി, നീ ഇത്ര ഇവിടെ ബഹളം ഉണ്ടായിട്ട് ഒന്നും അറിഞ്ഞില്ലേ? എനിക്കൊരു പാറക്കുട്ടി, ഇനി അടുത്ത നിനക്ക് വേണോ? പാറക്കുട്ടി എണീറ്റേ, ഇനി അമ്മയുടെ സ്വഭാവം മാറൂട്ടാ. ഞാൻ എണീറ്റു അമ്മ. അമ്മയുടെ ചക്കര കുട്ടി. കേശുച്ചേട്ടനും ശിവേച്ചി എന്തേ? അവരമ്മയുടെ നിന്ന് 2 കിട്ടിയപ്പോൾ എണീറ്റ് കുളിക്കാൻ പോയി. മോൾ വായനയ്ക്ക് അമ്മ കുളിപ്പിച്ചു തരാം. ശരി അമ്മേ. സ്കൂൾ ബസ് വന്ന് മക്കളെ, ഓടിവാ. ഓടിപ്പോയി ബസ്സിൽ കയറിക്കോ. വെറുതെ ടീച്ചറിനെ ചീത്ത വാങ്ങിക്കണ്ട. ഈ പിള്ളേരുടെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവര് വീട്ടിൽ നിൽക്കുമ്പോ ശല്യാണെങ്കിലും വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോ വീട് ഒരുമാതിരി ഉറങ്ങിയ പോലെ. പാറക്കുട്ടി തന്നെ. പാറക്കുട്ടി ശിവയും കേശും വന്നണ്ടല്ലോ. ദേടാ നോക്കിയേ, നിന്റെ ശിവദേ വന്നി. എന്താ പറഞ്ഞത്? ഞങ്ങള് കേട്ടില്ല. ആര് ശിവ? എടാ ഒന്നും മിണ്ടാണ്ടിരുന്നേടാ. മനുഷ്യനെ നാണം കെടുത്തല്ലേ ഇത്. ഫ്രണ്ടില് മിസ് ഇരിക്കണ്. ഇനി മിസ് വല്ലതും കേട്ടിട്ട് മതി എന്നെ കൊല്ല. എടാ മച്ചു, എന്താടാ രണ്ടും കൂടി ഇരുന്നൊരു കൊണാച്ചില്? എന്നോടും കൂടെ പറയടാ, ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. അതൊന്നുമില്ലടാ, വെറുതെ ഞങ്ങളിങ്ങനെ ചുമ്മാ ഒരു തമാശയൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു. എല്ലാരും അവിടെ തന്നെ നിക്കാതെ സീറ്റുകളിൽ പോയിരുന്നേ. ദേടാ മച്ചു, ആരാ നിന്റെ അടുത്തിരിക്കണേന്നൊന്ന് നോക്കിയേ. ആരാ? നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. അയ്യോ, എന്താടാ നീ എന്നെ കണ്ടപ്പോ പേടിച്ചു പോയാ? ഇല്ലില്ല. പിന്നെന്താ ഒരു ഞെട്ടലൊക്കെ? ഒന്നുമില്ലടി. എന്നാലും പറ, എന്താടാ കാര്യം? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. അത് പിന്നെ ഒന്നുമില്ലടി, ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്. അത് ഞങ്ങളിങ്ങനെ പറയണായിരുന്നു. ഹോ, അതായിരുന്നോ കാര്യം? അതല്ലെങ്കിലും ഞാൻ സുന്ദരിയല്ലേടാ. അത് പിന്നെ ഞാൻ ബാക്കി പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ എന്നും കൊക്കിനെ പോലെ വന്നതാണല്ല. ഇന്നെന്താ ഒരു പ്രത്യേക ഭംഗി, കുളിച്ചിട്ടുണ്ടെന്ന് തോന്നണെന്നാ ഞങ്ങള് പറഞ്ഞത്.
പോടാ ദുഷ്ടാ, നിന്നോട് ഞാൻ മിണ്ടില്ല. അത് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാടി. നീ അത് വിട്ടുകളഞ്ഞേര്. ഞാൻ ചുമ്മാ തമാശക്കാരനാ. നീ സുന്ദരി തന്നെ അല്ലേടി? എന്നാ കുഴപ്പമില്ല. പിള്ളേരെ വാ, അതേ സ്കൂളെത്തി. എല്ലാരും ഇറങ്ങാൻ നോക്ക്. ക്ലാസ് ടൈം വൈകല്ലേ, ക്ലാസ് തുടങ്ങാറായി. ഓടിപ്പോ ക്ലാസ്സിലേക്ക്. എടാ എങ്കിൽ ശരി, ബൈ. നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. ആടി ഓക്കെ. എന്താടാ മച്ചു, നീ ആഴവായിട്ട് നോക്കി കിളിച്ചോണ്ടിരിക്കണത്? ഏയ്, ഞാൻ ആരെയും വായിട്ട് നോക്കി വിളിച്ചോണ്ടെന്നല്ല, ഞാൻ നിന്നെ നോക്കി ചിരിച്ചതല്ലേ. ശരി എന്നാ. ഇന്നത്തെ മാത്സ് ഹോംവർക്കൊക്കെ ചെയ്താ നീ? മാത്സ് ഹോംവർക്കോ? ഞാൻ അറിഞ്ഞതുപോലും ഇല്ല. ഇതൊക്കെ എപ്പോ പറഞ്ഞതാ ടീച്ചർ? എടാ അപ്പൊ നീ ഇംഗ്ലീഷ് പരീക്ഷക്ക് പഠിച്ചില്ലേ? എന്ത് ഇംഗ്ലീഷ് പരീക്ഷയോ? ഇതൊക്കെ എപ്പോ സംഭവിച്ച്? ഞാനിതൊന്നും കേട്ടില്ലല്ലോ. നിങ്ങളൊക്കെ ഇതെങ്ങനെ കേട്ട്? നീയപ്പ ഇതൊക്കെ പറയുമ്പോ ഏത് സ്ഥലത്തായിരുന്നു? ഈ ലോകത്തൊന്നും അല്ലേ നീ ജീവിക്കണത്? നിനക്കും അറിയായിരുന്നോ? അത് തന്നെയാടാ ഞാനും ചിന്തിക്കണ. ഞാനപ്പ ഇതൊക്കെ ഏത് ലോകത്തായിരുന്നു? ഞാനിതൊന്നും കേട്ടതേ ഇല്ല. പെണ്ണുങ്ങളെ വായി നോക്കിയിരിക്കുമ്പോ ആലോചിക്കണം. ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നു. എടാ പട്ടി, അപ്പൊ നീയും എല്ലാം ചെയ്തിട്ടാണോ വന്നത്? ദൈവമേ, ഞാൻ മാത്രമുള്ള പെട്ട്. എടി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു സ്ഥലത്തില്ലേ ഒരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിലാണെങ്കിൽ ഒരു വിച്ചുണ്ടെന്നാ പറയണത്. കറക്റ്റ് അറിയില്ല. എനിക്കറിയാം കറക്റ്റ് ആ സ്ഥലം എവിടെയാണ്. നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് രാത്രി അവിടെ പോയാലോ? എന്ത് വിച്ചോ? എനിക്ക് പേടിയാ ചേച്ചി, ഞാൻ വന്നില്ല. നീ വന്നില്ലെങ്കിൽ വരണ്ട, പക്ഷെ നീ ഇതൊന്നും അമ്മേനോട് പോയി പറയരുത് കേട്ടാ? ഓക്കെ ചേച്ചി, ഞാൻ പറയില്ല. ഒന്ന് പോയിക്കണ്ടേടി, അങ്ങനെയെന്നുള്ളതൊന്നും ഇപ്പൊന്നില്ല. അതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണതാ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ വീട് കണ്ട അപ്പൊ ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കും. ഇല്ലടി, ഞാൻ സത്യ പറഞ്ഞത്. അവിടെ പലരും കണ്ടിട്ടുണ്ട് ഒരു തുണി മൂടി വെള്ള വസ്ത്രമിട്ട ഒരു അമ്മൂമ്മേനെ. അതവിടത്തെ വിച്ചാന്നൊക്കെയാ പറയണത്. അറിയില്ല, നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേനും ഈ വിച്ചിനെ കാണും. അപ്പോൾ വിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന വിച്ച് നമ്മുടെ അടുത്തേക്ക് സ്പീഡിൽ ഓടി വരും എന്നൊക്കെ പറഞ്ഞു കേട്ടത്. നമുക്ക് വെറുതെ ഒന്ന് പോയി നോക്കിയാലോ? എടി വേണ്ടട്ടോ, എനിക്ക് നൈസായിട്ട് പേടിയാവുന്നുണ്ട്. പോടോ നമുക്ക്. വെറുതെ റിസ്ക് ഒക്കെ എടുത്ത് പോകണ്ടട്ടാ. അവസാനം എന്തെങ്കിലുമൊക്കെ പറ്റി നമ്മളവിടെ പെട്ടുപോകും. ഒന്ന് പോയിക്കേടി വന്നാ. നീ അല്ലാതെ ഇവിടെ പറയണ ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുമോ? അങ്ങനെയൊന്നും ഇല്ല ഇന്നത്തെ കാലത്ത്. അതൊക്കെ പണ്ടുള്ള കാലങ്ങളിലാണ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അത് ഓരോരുത്തർ പറഞ്ഞു വരുത്തണാണോന്നും അറിയില്ല. ഇതൊക്കെ വിശ്വസിക്കണ നീ മരമണ്ടിയ. നീ അല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുമോ? നിനക്കെന്നെ വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. വാ, നമുക്ക് പോയി കണ്ടറിയാം. ഓക്കെ? എന്താണ് ഇവിടെ എല്ലാരും കൂടെ വൻ ഡിസ്കഷൻ ആണല്ലോ. എന്താ പ്ലാനിങ്? നീ എന്താടി അണ്ണാക്കും പൊളിച്ചിരിക്കണത്? വായടക്കടി. അത് പിന്നെ എന്ത് പിന്നെ? പറയടി, എന്താ സംഭവം? നീ എന്താ ഇങ്ങനെ വായും പൊളിച്ച് അന്തം വിട്ട പെരിച്ചായിനെ പോലെ നിക്കണത്? അത് പിന്നെ കിറ്റി ചേട്ടാ, പാറക്കുട്ടി, നിന്നോട് ഞാനൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞതാണോ? മിണ്ടാതിരി പാറക്കുട്ടി. അതെന്താ പാറക്കുട്ടി, നീ അവളെ പേടിക്കൊന്നും വേണ്ട. നീ ധൈര്യത്തോടുകൂടി പറഞ്ഞു എന്താന്ന് വെച്ചാ ചേട്ടനോട്. അവൾ നിന്നൊന്നും ചെയ്യില്ല. അത് പിന്നെ ചേട്ടാ. പറ മോളെ, നീ പേടിക്കണ്ട. പാറക്കുട്ടി, ഞാൻ പറയാം. ഇവളില്ലേ, ഇവളൊരു ബംഗ്ലാവിനെ പറ്റി പറഞ്ഞു. രാത്രി അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അവിടെ ഒരു വിച്ചുണ്ടെന്ന്. ആ വിച്ചാണെങ്കിൽ വെള്ളം മൂടി ഇരുന്നിട്ട് പെട്ടെന്ന് ചാടി നമ്മളെ മേത്തേട്ട് വീഴുന്നാണ് ഇവള് പറഞ്ഞത്. എന്ത് വിച്ചോ?